മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പരീക്ഷാ മാസങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളുടെ പഠനഭാരം വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. പഠനഭാരം പോലെ തന്നെ പരീക്ഷാഭാരവും വർദ്ധിക്കുന്നു. പൊതുവിൽ അവരെ ഏറെ ഭാരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ നൊയമ്പ് വരുന്നത്. ഇങ്ങനെ നൊയമ്പിൻ്റെ വ്രതങ്ങൾ മറ്റെല്ലാ മതക്കാർക്കുണ്ട്. അവർക്കൊന്നും ഈ കാലഘട്ടത്തിലല്ല അവരുടെ നോൻപ്. ക്രിസ്ത്യൻ കുട്ടികൾക്ക് മാത്രം നോൻപിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അത് വാസ്തവത്തിൽ അവരുടെ പരീക്ഷാഭാരത്തെയും പഠനഭാരത്തെയും വർദ്ധിപ്പിക്കുന്നുവോ? നോൻപ് കാലത്ത് പ്രത്യേക ജീവിത രീതിയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഭക്ഷണക്രമത്തിലും മറ്റ് പ്രാർത്ഥനകളിലുമെല്ലാം കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കുമൊക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പരീക്ഷാ കാലഘട്ടവും ഇത് നോൻപിൻ്റെ കാലഘട്ടവും ഒരുമിച്ച് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നവരുണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ നോൻപ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പഠനഭാരം കുറയും, പഠനം എളുപ്പമാകും, പരീക്ഷകൾ എളുപ്പമാകും. കാരണം അവർ ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് കടന്നു വരികയാണ്. നോൻപ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ജീവിത നവീകരണത്തിലേക്കാണ്. നോൻപ് കാലഘട്ടം തുടങ്ങുമ്പോൾ തന്നെ ആ ജീവിത നവീകരണത്തിൻ്റെ തുടക്കം ഉണ്ടാവുകയാണ്. നോൻപ് കഴിയുന്നതോടുകൂടി ആ ജീവിത നവീകരണം ഒരു പൂർത്തിയാകുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. ജീവിത നവീകരണത്തിന് മുന്നോടിയായി 2 സ്റ്റേജുകൾ കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് അനുതാപം, രണ്ടാമത്തെ സ്റ്റേജാണ് മാനസാന്തരം. ഈ അനുതാപം എന്ന് പറയുന്നത് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരലാണ്. തപിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ് താപം. തപിക്കുക, അനുതാപം. ചൂടാവുക, നമ്മളൊരു ചൂട്, സാധാരണ അവൻ ചൂടായി, ആ ചൂടാവലല്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചൂട് അനുഭവപ്പെടുക, ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നതാണ്. 2, അതിനെ തുടർന്ന് ഒരു മനസ്സിന് ഒരു മാറ്റം വരികയാണ്. ആ മനസ്സിന് മാറ്റം വരുമ്പോൾ ജീവിതത്തിൽ നവീകരണം ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി യേശു തൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിട്ടുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളാണ്. ഞാൻ ഈ ഭാഗം ആദ്യമായിട്ട് കാണുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാനിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് എനിക്ക്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഒരു ലെസൺ ഉണ്ടായിരുന്നു. പ്രോഡിഗൽ സൺ. പ്രോഡിഗൽ സൺ അതിൻ്റെ മലയാളമാണ് ധൂർത്തപുത്രൻ. പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിരുന്നത് കുമാരൻ മാഷാണ്. അദ്ദേഹത്തിന് ബൈബിളിനെ പറ്റി കാര്യമായ അറിവൊന്നുമില്ല, അദ്ദേഹം കണ്ടിട്ടുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ബൈബിൾ വീട്ടിലുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരിക എന്ന്. അങ്ങനെ
പിറ്റേ ദിവസം ഞാൻ ബൈബിൾ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം അത് തുറന്നു വെച്ച് എൻ്റെ പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ധൂർത്തപുത്രൻ്റെ ആ ഭാഗം എഴുതിയെടുത്തു. ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ അധ്യാപകരൊക്കെ എത്രമാത്രം താല്പര്യം എടുത്തിട്ടാണ് പഠിപ്പിച്ചേ. ഇത് ബൈബിളാണ് എന്ന് പറഞ്ഞ് അതിനെ ഉഴപ്പല്ല ചെയ്തത്. ഒരു ബൈബിൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരിച്ച് അത് എഴുതിയെടുത്തു. എന്നിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എന്തുമാത്രം താല്പര്യം എടുത്തു. അതും ഒരു ഹിന്ദു ആയിട്ട് പോലും ഓർക്കുകയാണ്. ആ ബൈബിൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിലെ അക്ഷരങ്ങളൊക്കെ പഴയ ലിപികളാണ്. ഇംഗ്ലീഷിൽ 1, 2, 3 എന്നൊക്കെ നമ്മൾ എഴുതുന്നില്ലേ, അതിന് മലയാളത്തിൽ 1, 2, 3 അതിനുള്ള അക്ഷരങ്ങളുണ്ട്. അതുപോലെ ബാക്കി വാക്കുകൾക്കും ഒക്കെ പ്രത്യേകതയുള്ള വാക്കുകളായിരുന്നു. എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അതൊന്ന് പ്രിസർവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം നമുക്ക് അത്ര അറിയില്ലായിരുന്നു. ഇന്ന് ഖേദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് പ്രിസർവ് ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ ഒരു നിധിയായിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ പലരും പ്രിസർവ് ചെയ്യാതെ പോവാണ്. കൊല്ലങ്ങൾ കഴിയുമ്പോൾ അതിന് പ്രാധാന്യമുണ്ടാകും. പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുള്ളതെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യണം. പക്ഷേ ഒരു ഫോട്ടോ ആകാം. അത് പ്രിസർവ് ചെയ്താൽ കുറേ കാലങ്ങൾക്ക് ശേഷം 50, 60, 100 കൊല്ലങ്ങൾക്ക് ശേഷം അതിനൊരു പ്രാധാന്യം ഉണ്ടായി എന്ന് വരാം. എന്തുമാകട്ടെ, ആ ഭാഗം ഇങ്ങനെയാണ്. അതിൽ 2 ഭാഗങ്ങളാണ്. ആ ഉപമയിൽ 2 ഭാഗങ്ങളാണ്. ഒന്ന്, 2 മക്കളിൽ ഒരാൾ ധൂർത്തനായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ ധൂർത്തനാവാൻ ആഗ്രഹിച്ചിട്ടല്ല ചെയ്തു തുടങ്ങിയത്. പക്ഷേ അവസാനം അവൻ ധൂർത്തനായി. ഒരു വ്യക്തി പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്ന 7 സ്റ്റെപ്പുകളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. ഒരു വ്യക്തി പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിച്ചേരുന്നത് ആഗ്രഹിച്ചിട്ടല്ല, നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ അവിടെ എത്തിച്ചേരുകയാണ്. 7 സ്റ്റെപ്പുകളാണ് അവിടെ കാണുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. അവിടെ ആ പടുകുഴിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അവൻ പിതാവിൻ്റെ അടുത്ത് എത്തിയ 7 സ്റ്റെപ്പുകളുണ്ട്. ആ 7 സ്റ്റെപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം അതാണ്. കാരണം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ തിരിച്ചുവരവാണ്, മാനസാന്തരമാണ്, ജീവിത നവീകരണമാണ്. ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നത് 17 മുതലുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിൻ്റെ പടുകുഴിയിൽ പന്നിയെ മേയ്ക്കുന്ന മ്ലേച്ഛമായ ഒരു യഹൂദന് ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവന് സുബോധമുണ്ടായത്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. അതാണ് അവനുണ്ടായ സുബോധം. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് വന്നു, പിതാവിൽ നിന്ന് മാറിപ്പോയി, ഇപ്പോൾ ഈ അവസ്ഥയിലായി. ഞാൻ എത്രയോ നന്നായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പല വിദ്യാർത്ഥികൾക്കും തോന്നുന്ന, പല മനുഷ്യർക്കും തോന്നുന്നതാണ്. പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ. ഞാൻ ആദ്യം ഇത് മുഴുവനൊന്ന് വായിച്ചതിന് ശേഷം വിശദീകരിക്കാം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അതവൻ അവിടെ കിടന്ന് മനോഗതം ചെയ്യുന്നതാണ്. ആ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് മനോഗതം ചെയ്യുന്നതാണ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്.
നാലാമത്തെ സ്റ്റെപ്പ്, അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ അവൻ പിതാവിനെ കണ്ടു. അപ്പോൾ അതിൽ നാലാമത്തെ സ്റ്റെപ്പ് അവിടെയുണ്ട്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ വരിയിൽ നാലാമത്തെ സ്റ്റെപ്പുണ്ട്. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഈ ഭാഗം അവൻ നേരത്തെ പറഞ്ഞതാണ്. അവൻ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്. അത് ഒരു സ്റ്റേജ്. ഇത് നേരിട്ട് പിതാവിനോട് പറയുന്നത് അത് നാലാമത്തെ സ്റ്റേജാണ്. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, അഞ്ചാമത്തെ സ്റ്റേജ്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഈ ഭാഗത്ത് അവസാനത്തെ 2 സ്റ്റേജുകളുമുണ്ട്. ഈ സ്റ്റേജുകൾ ഞാൻ ഒന്നൊന്നായിട്ട് 7 സ്റ്റേജുകളാണ്. ആ 7 സ്റ്റേജുകൾ ഒന്നായിട്ട് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഓരോന്നും വിവരിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അനാലജിയും, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ, അധ്യാപകൻ്റെ ജീവിതത്തിൽ, ഒരു വീട്ടമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന ആ കാര്യങ്ങളും വിവരിക്കാം. 7 സ്റ്റേജുകളിൽ ഒന്നാമത്തേത് റിയലൈസേഷൻ എന്ന് പറയും. സുബോധമുണ്ടാകുക, തിരിച്ചറിവുണ്ടാകുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്ത് മാറ്റം വരണമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് തിരിച്ചറിവാണ്. രണ്ടാമത്തേത്, അവൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്നൊരു തീരുമാനം. തിരിച്ചറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഒരു തീരുമാനമുണ്ടാകണം. തിരിച്ചറിവെന്ന് പറയുന്നത് റിയലൈസേഷനാണ്. രണ്ടാമത്തേത് ഒരു തീരുമാനമെന്ന് പറയുന്നത് ഒരു റെസല്യൂഷനാണ്. അവനൊരു റെസല്യൂഷൻ എടുത്തു. എന്നിട്ടോ അവൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലുക മാത്രമല്ല, പിതാവിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അത് അനുതാപം എന്ന് പറയും. അനുതാപം, പശ്ചാത്താപം, റിപ്പൻറ്റൻസ്. അതാണ് മൂന്നാമത്തെ, റിപ്പൻറ്റൻസ്. അങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞ് അവൻ അവിടെ പന്നിക്കൂട്ടി തന്നെ കെടുക്കുകയല്ല ചെയ്തത്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, റിട്ടേൺ, മടങ്ങുക. ശരിക്കും ഈ അനുതാപം എന്നുള്ള വാക്കിന് ഗ്രീക്ക് വേർഡ് ഇതാണത്രേ. ഗ്രീക്ക് വേർഡ് മെറ്റനോയ എന്നാണ്. മെറ്റനോയ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആൻഡ് റിട്ടേൺ എന്നാണ്. നമ്മൾ പോയിരുന്ന തെറ്റായ വഴിയിൽ നിന്നു, അതിന് തുടരുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ 2 മാർഗങ്ങളുണ്ട്. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ആവാം, സ്റ്റോപ്പ് ആൻഡ് റിട്ടേൺ ആവാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡാണ്. കുറച്ച് നാൾ നിർത്തി, ധ്യാനം കഴിഞ്ഞപ്പോൾ നിർത്തി, പിന്നെ പ്രൊസീഡ് ചെയ്തു. അത് തന്നെ നോമ്പ് കാലഘട്ടത്തിൽ നിർത്തി, പിന്നെ വീണ്ടും പ്രൊസീഡ് ചെയ്തു. അതല്ല, സ്റ്റോപ്പ് ആൻഡ് റിട്ടേൺ. അയാൾ റിട്ടേൺ ചെയ്തു. റിട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിട്രീറ്റ്, പുറകോട്ട് പോകുന്നതാണ് റിട്രീറ്റ്. അഞ്ചാമത്തേത്, അവിടെ ചെന്ന് നേരത്തെ മനസ്താപത്തിൽ പറഞ്ഞതെന്തോ, അനുതാപത്തിൽ പറഞ്ഞതെന്തോ അതെല്ലാം പിതാവിനോട് നേരിട്ട് പറയലാണ്. നേരിട്ട് പറയുന്നു. ഇതാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് ആരോടൊക്കെ വിരോധങ്ങൾ തോന്നിയിട്ടുണ്ടോ അവരോടൊക്കെ വാസ്തവത്തിൽ നമ്മളൊന്ന് നേരിട്ട് പറഞ്ഞ് അത് റെക്കൺസിലിയേഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്. യേശു അതാണ് പറഞ്ഞത്, നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് അറിഞ്ഞാൽ നീ ബലിവസ്തു അവിടെ വെച്ച് അവനുമായി രമ്യപ്പെടുക. റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് രമ്യപ്പെടലാണ്. അനുരഞ്ജനം എന്ന് പറയും.
അഞ്ചാമത്തെ റെക്കൺസിലിയേഷൻ. അഞ്ചാമത്തെ ആറാണ്. ഈ വാക്കുകൾക്കൊക്കെ ആറെന്നാണ് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് പിതാവിൻ്റെ ഭാഗമാണ്. പിതാവ് അവനെ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. മോതിരം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, നല്ല ഉടുപ്പ് കൊടുത്തു. ഇത് പിതാവിൻ്റെ വലിയ ഒരു കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ വേഷത്തിൽ പന്നിക്കൂട്ടിൽ നിന്ന് നാറുന്ന തുണിയുമൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മുടെ അപ്പൻ അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നണില്ല. ഒരു പക്ഷേ അമ്മ ഒരു കഷ്ണം സോപ്പും ഒരു തോർത്തും എടുത്തു തരും, നീ പോയി ഒന്ന് കുളിച്ചിട്ട് വാടാന്ന് പറയും. എന്നിട്ടേ അപ്പം കെട്ടിപ്പിടിക്കുള്ളൂ. ഇത് അങ്ങനെയല്ല. അത് പിതാവിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആ പിതാവിൻ്റെ പ്രത്യേകതയാണ്. ആ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത്, സ്വീകരിക്കുന്നത് നമ്മുടെ പാപങ്ങളോട് കൂടിയാണ്. നീ പോയി കുമ്പസാരിച്ചിട്ട് വാടാ എന്ന് പറയുകയല്ല ചെയ്തത്. ആ പാപത്തോടു കൂടി അവനെ സ്വീകരിക്കുകയാണ്. പാപി ആയിരുന്നിട്ടും ഒരു പക്ഷേ പാപി ആയതുകൊണ്ടാവണം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂത്ത മകൻ വന്നപ്പോൾ അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചില്ല എന്ന് ഓർക്കുക. ഒരു പാപിയുടെ പ്രിവിലേജാണെന്ന് ഞാൻ പറയാത്. ഇറ്റ്സ് എ പ്രിവിലേജ് ഓഫ് എ സിന്നർ. പിതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു പക്ഷേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വട്ടം ചീറ്റിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ്സ് എ പ്രിവിലേജ് ഓഫ് ദ സിന്നർ. സിന്നേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒക്കെ പാപികളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് റീക്ലോത്തിങ്. ആറാമത്തെ സ്റ്റേജ് റീക്ലോത്തിങ്. അത് കഴിയുമ്പോഴെന്താ അവിടെ സംഭവിക്കുന്നത്? അവസാനത്തെ വാചകം, അവർ സന്തോഷിക്കാൻ തുടങ്ങി, ആഹ്ലാദിക്കാൻ തുടങ്ങി. അതാണ് റിജോയ്സിങ്. 7 സ്റ്റേജുകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഒന്നുകൂടി അത് ഓർക്കുന്നത് നല്ലതാണ്. തിരിച്ചു വരുന്നത് പെട്ടെന്ന് ഒരു ഇടിവെട്ടണ മാതിരി തിരിച്ചു വരലല്ല. അത് പതുക്കെ പടിപടിയായിട്ട് വരുന്നതാണ്. അങ്ങനെ പടിപടിയായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പഴയ സ്റ്റെപ്പുകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങളിങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരും മറ്റുള്ളവരും ഒരുപാട് പേര് നിങ്ങളെ പിന്തിരിപ്പിക്കാനുണ്ടാവും. നിങ്ങളെ കളിയാക്കിയിട്ടും ഫോഴ്സ്ഫുള്ളായിട്ടും ഒക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഒന്നാമത്തേത് റിയലൈസേഷൻ, തിരിച്ചറിവ്. രണ്ടാമത്തേത് റെസല്യൂഷൻ, തീരുമാനം. മൂന്നാമത്തേത് റിപ്പൻറ്റൻസ്, അനുതാപം. നാലാമത്തേത് റിട്ടേൺ ഓർ റിട്രീറ്റ്, തിരിച്ചു പോക്ക്. അവിടെ തന്നെ അവൻ കിടന്നില്ല. തിരിച്ചു പോക്ക് എന്ന് പറയുമ്പോൾ പഴയ സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കും. ഒരു പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ പഠനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ സ്നേഹിതനെ നിങ്ങൾ ഒഴിവാക്കും. ആ സ്നേഹിതനോട് കൂട്ടുകൂടുകയില്ല, അവൻ്റെ അടുത്തേക്ക് പോകുകയില്ല, അവൻ്റെ വീട്ടിൽ പോകുകയില്ല. അതാണ് തിരിച്ചു പോക്ക്. അടുത്തത് റെക്കൺസിലിയേഷൻ, അനുരഞ്ജനം, രമ്യതപ്പെടുക. ആറാമത്തേത് ആഭരണങ്ങൾ വരികയാണ്. പുതിയ ജീവിത രീതി, അപ്പിയറൻസിൽ തന്നെ മാറ്റം വന്നു. മോതിരം, ചെരുപ്പ്, നല്ല ഷർട്ട്, അവൻ്റെ അപ്പിയറൻസിൽ തന്നെ മാറ്റം വരും. പഠനത്തിൽ ഉഴപ്പിപ്പോയ ഒരു കുട്ടി പഠനത്തിലേക്ക് തിരിച്ചു വന്നാൽ അവൻ്റെ മുഖത്ത് ആ വ്യത്യാസം ഉണ്ടാവും. ആ കുട്ടിയെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അവൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിയെ കണ്ടാലും മനസ്സിലാവും, ഇയാൾക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ. അത് മുഖത്താണ് ആദ്യം നിഴലിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജിലാണ് അത് നിഴലിക്കുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ആ ബോഡി ലാംഗ്വേജിലാണ് അത് നിഴലിക്കുക. ആ മാറ്റം, അവനിൽ വന്ന മാറ്റം, ഉടുപ്പിലും ആഭരണത്തിലുമൊക്കെ ഉള്ള മാറ്റം എന്ന് പറയുന്നത് അവൻ്റെ നേച്ചറിലുള്ള മാറ്റം. അവൻ്റെ കണ്ണുകളിലെ മാറ്റം ഉണ്ടാവും, അവൻ്റെ മുഖത്ത് ആ മാറ്റം ഉണ്ടാവും,
അവൻ്റെ ഓരോ അംഗചലനത്തിലും ആ മാറ്റം നിങ്ങൾ കാണും. ഏഴാമത്തേതാണ് റിജോയ്സിങ്, ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഈ നോൻപ് കാലത്ത് ഉണ്ടാവേണ്ടതാണ്. നോൻപ് വീഴുന്നത് വരെ കാത്തു നിൽക്കണ്ട. ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ വരുത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ നന്നായി പരീക്ഷ എഴുതും, നല്ല മാർക്ക് മേടിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നടക്കുന്നത് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെയാണ്. കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ, അവിടെ ഇതൊക്കെയുണ്ട്. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ പാപാവസ്ഥയിലാണ് എന്ന്, ഏതെല്ലാം പാപങ്ങളുടെ അടിമയാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഒന്നാമത്തെ ആ തിരിച്ചറിവായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും 10 പ്രമാണങ്ങൾ എടുത്ത് വെച്ച് പരിശോധിച്ചു, 5 കൽപ്പനകൾ വെച്ച് പരിശോധിച്ചു. ഇതൊക്കെ വെച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ എൻ്റെ പോരായ്മകൾ എവിടേക്കാണ്, ഞാൻ എവിടേക്കാണ് വീണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് തിരിച്ചറിവ്. രണ്ടാമത്തേത് തീരുമാനം. ഞാൻ നല്ലൊരു കുമ്പസാരം കഴിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. മൂന്നാമത്തേത് തെറ്റിപ്പോയി കർത്താവേ എന്ന് ഏറ്റുപറയുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്നിട്ട് പോകണം. അച്ഛൻ വന്ന് എന്നെ കുമ്പസാരിപ്പിക്കട്ടെ എന്നല്ല, നമ്മൾ അച്ഛൻ്റെ അടുത്ത് അന്വേഷിച്ച് പോകണം. എവിടെയാണ് കുമ്പസാരിക്കാനും പറ്റുക, അവിടെ പോയി ഏറ്റവും നല്ല കുമ്പസാരക്കാരൻ ആരാണ് തിരിച്ചറിയണം. ഒരു നാട്ടിൽ ഏറ്റവും നന്നായി കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികന്, ഒന്നുമല്ല കുറേ വൈദികരുണ്ടാവും, അവരെ തിരിച്ചറിയണം. ആ വൈദികൻ്റെ അടുത്ത് പോയി തിരക്കില്ലാത്ത സമയമെടുത്ത് കുമ്പസാരിപ്പിക്കുന്ന, നല്ല നല്ല കൗൺസിലിംഗ് തരുന്ന അത്തരം അച്ഛന്മാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അവരുടെ അടുത്ത് പോയി കുമ്പസാരിക്കുക. ആ കുമ്പസാരത്തോടു കൂടി ആ റീക്ലോത്തിങ്ങും റീജോയ്സിങ്ങും ഉണ്ടാകും. നിങ്ങൾ അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി ആയിരിക്കും കുമ്പസാരിക്കുന്നത്. ആ കുമ്പസാരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റും, നന്നായിട്ട്. ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ കുമ്പസാരിപ്പിക്കാനായിട്ട് വിട്ടത് ഓർക്കുന്നു. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു കുട്ടിയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ നവീകരണത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. 2 സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, ഒരു ഓർത്തഡോക്സ് സ്റ്റുഡൻ്റാണ്. ഞാൻ അദ്ദേഹത്തെ കുമ്പസാരത്തിന് ഒരുക്കിയതിന് ശേഷം ഞാൻ ചെമ്പുക്കാവ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അച്ഛൻ എനിക്ക് പരിചയമുള്ള അച്ഛനാണ്. അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അടുത്തായതുകൊണ്ട് നടന്നു പോയി കുമ്പസാരിച്ച് വന്നു. കുമ്പസാരിച്ച് വന്നപ്പോൾ അയാൾ കരഞ്ഞൊക്കെയാണ് എല്ലാം കുമ്പസാരിച്ചത്. കഴിഞ്ഞ് വന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടി വരാൻ തുടങ്ങിയത്. രണ്ടാമത് ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്നു. അവനൊരു കാത്തലിക് സ്റ്റുഡൻ്റാണ്. അന്ന് കാലത്ത് സെൻറ് തോമസ് കോളേജിൽ ഉച്ചവരെ ക്ലാസ്സുള്ളൂ. ഉച്ചവരെ ക്ലാസ്സുള്ള ആ കുട്ടി ഉച്ചതിരിഞ്ഞ് വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിൽ അപ്പൻ ജോലിക്കാരനാണ്, അമ്മ അപ്പൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, അമ്മ ഒരു ടീച്ചറാണ്. ഒരു പെങ്ങളുണ്ട്, പെങ്ങൾ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്ക് അയാൾ വീട്ടിലിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ആൾ അവിടെ വരും. അങ്ങനെ ഈ കുട്ടിയെ പാപത്തിന് പ്രേരിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ക്ലാസ്സുകളിലൊക്കെ ഓരോന്ന് പറയുമ്പോൾ കുട്ടികൾ ഓരോരുത്തർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യും. ഞാൻ അയാളെ കുമ്പസാരിക്കാനായിട്ട് കാൽവരിയിലേക്ക് വിട്ടു. ഞാൻ ഒരു ടാക്സി വിളിച്ച് ആ ടാക്സിയിലെ ആണ് അവനെ വിട്ടത്. കുമ്പസാരം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ? ശരിക്കും അവൻ സന്തോഷത്തിലാണ് വരുന്നത്. ഇതൊക്കെ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ബാക്കി ഭാഗങ്ങളാണ്. നല്ലൊരു കുമ്പസാരം കഴിക്കാൻ, അത് നോമ്പിൻ്റെ അവസാനത്തിലല്ല, ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ ഈ 7 സ്റ്റെപ്പുകളിലൂടെയും കടന്നുപോയി നല്ലൊരു കുമ്പസാരം കഴിച്ച് ഈ പിന്നീടുള്ള കാലഘട്ടം, നോൻപിൻ്റെ കാലഘട്ടവും തുടർന്നുള്ള കാലഘട്ടവും നല്ല ജീവിതം നയിക്കാൻ, സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കാൻ എല്ലാവർക്കും കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.